കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുണ്ട്. അത് ടണലിനകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ അത് ഇവിടേക്ക് ഒഴുകിപ്പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നിവർ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ ഇവരിവിടെ ഇറങ്ങിയുള്ള പരിശോധന ഉണ്ടാകില്ല എന്നായിരുന്നു നഗരസഭാ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തും സമാന്തരമായുള്ള പ്രവർത്തനം രണ്ട് സൈഡിൽ നടക്കുന്നു. ഇവിടെ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ പരിശോധന നടക്കുന്നതിന് ഒപ്പം തന്നെ ഈ ടണൽ തുടങ്ങുന്ന ഭാഗത്ത് തമ്പാനൂർ ഭാഗത്തും പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തായി പരിശോധനകൾ നടക്കുന്നു. ഇറങ്ങിയുള്ള പരിശോധനയാണ്, ടണലിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇന്നലെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീമും സമാനമായി തന്നെ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. അവർ ഇറങ്ങി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വളരെ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ സമയത്തിനുള്ളിൽ അവർക്ക് തിരികെ കയറേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഓക്സിജൻ സിലിണ്ടറുമായാണ് ഇവർക്ക് പോകേണ്ടി വരുന്നത്. ഓക്സിജൻ സിലിണ്ടറുമായി കടന്നു പോകുന്നതിനാവശ്യമായ ഒരു സ്ഥലം അതിനുള്ളിൽ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ടണലിലൂടെ. അത്രയ്ക്കുണ്ട് മാലിന്യം. അപ്പോൾ ആ ഒരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവർ താഴേക്ക് ഇറങ്ങുന്നത്. ഓക്സിജൻ സിലിണ്ടർ അടക്കം കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി തിരികെ എത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെയാണ് അവരെ ഇപ്പോൾ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരാൾ ഇതിനോടകം തന്നെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ മറ്റ് 2 പേർ കൂടി അതിനുള്ളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറം കിടക്കുന്ന ട്രെയിനുണ്ട്. ആ ട്രെയിനും അല്പസമയങ്ങൾക്കകം തന്നെ 9:15 എന്നുള്ളതാണ് സമയം നേരത്തെ അനൗൺസ് ചെയ്തിട്ട് കേട്ടിരുന്നത്. അതിനാൽ തന്നെ അല്പസമയങ്ങൾക്കകം തന്നെ ആ ട്രെയിൻ ഇവിടെ നിന്ന് പോകും. ട്രെയിൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പാളത്തിലേക്ക് 3-ാം നമ്പർ പാളത്തിലേക്കും 2-ാം നമ്പർ പാളത്തിലേക്കും പിന്നീട് ട്രെയിൻ അധികം സമയത്തേക്ക് എത്തില്ല എന്നുള്ളതാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടേക്ക് ഈ അകത്തു നിന്നും എടുക്കുന്ന മാലിന്യമടക്കം പുറത്തേക്ക് ഇടാനുള്ള ഒരു സൗകര്യമടക്കം ലഭിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോടും റെയിൽവേ സ്റ്റേഷനോടും ചേർന്ന് കിടക്കുന്ന ആ സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ തുടക്കം. അവിടെ നിന്നും ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങിയ സ്ഥലമുണ്ട്. അത് കേരള ഫയർഫോഴ്സിൻ്റെ ടീമാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ സ്ഥലത്തേക്ക്, അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ചേർന്ന് കിടക്കുന്ന ഒരു മാൻഹോളാണ്. അവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 മീറ്ററിലധികം വരും. ഇന്നലെ സ്കൂബ ഡൈവേഴ്സ് ഇവിടെ വരെ വന്ന് മടങ്ങിപ്പോയതാണ്. ഇവിടെ നിന്നും അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നു. ഇത് ഏകദേശം ഈ ടണലിൻ്റെ മുഴുവൻ ദൂരം നോക്കുകയാണെങ്കിൽ ഒരു 1/3 ദൂരം എന്നേ പറയാൻ കഴിയൂ. ഇതിനപ്പുറത്തേക്ക് വീണ്ടും കിടക്കുന്നുണ്ട്. 140 മീറ്റർ ഉണ്ട് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണ നിലയിലാണെങ്കിൽ ഒരു ചെറിയ JCBക്ക് കടന്ന് വൃത്തിയാക്കി പോകാൻ പരുവത്തിനുള്ള ഒരു സ്ഥലം അതിൻ്റെ അടിയിലുണ്ട്. ഈ ഓപ്പറേഷൻ അനന്തം നടന്ന സമയത്ത് ചെറിയ JCB ഇതിൻ്റെ ഉള്ളിലിറക്കി മാലിന്യ നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും ഉയരമുണ്ട്. അതായത് ഏകദേശം ഒരു 4 മീറ്റർ ഉയരമുണ്ട് എങ്കിൽ കൂടി നിലവിൽ ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റാത്ത അത്ര മാലിന്യം കിടക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനാൽ തന്നെ ഈ ഇറങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ 2 പേർ ഇറങ്ങിയിട്ടുണ്ട്, ഒരാൾ കൂടി പിന്നാലെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് അവിടെ ഇറങ്ങി നിന്ന് സ്വതന്ത്രമായി അവർക്ക് അവിടെ മാലിന്യം മാറ്റി ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവർ 3 പേർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോണി അടക്കം താഴേക്ക് ഇറക്കിക്കൊണ്ട് ഈ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണം കൂടി ഒരുക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ അടുത്തയാൾ കൂടി ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇറങ്ങുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് മുന്നോട്ട് തമ്പാനൂർ സൈഡിലേക്ക് ഇന്നലെ ഈ മാലിന്യം കോരി നീക്കിയ സ്ഥലമുണ്ട്. ഇത് തുടങ്ങുന്ന ഭാഗം, അവിടേക്ക് ഒരുപക്ഷെ ഇവിടെ നിന്നും കുറച്ച് ദൂരം ഇവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയും അങ്ങനത്തെ ഒരു പ്രതീക്ഷയുമായാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ കൂടി ഇവർക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ നിന്നും കടന്നുപോയി അങ്ങേ അറ്റത്ത് ഇതിൻ്റെ തുടങ്ങുന്ന ഭാഗത്തുകൂടി പുറത്തു വരാമെന്നുള്ള ലക്ഷ്യവുമായാണ് ഇറങ്ങിയതെങ്കിൽ ഇവിടെ നിന്നും പോയി കുറച്ച് ദൂരം പോയി അവർക്ക് മടങ്ങി എത്തുക മാത്രമായിരുന്നു ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അവിടെ എത്തുമ്പോൾ ഈ ഇതിൻ്റെ തടസ്സം ാണ് കണ്ടത്. ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ വീണ്ടും മാലിന്യം വന്ന് അടിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ സംസാരിച്ച സമയത്ത് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച് അടക്കം പറഞ്ഞത്. ഇന്നലെ ചെറിയ മഴയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ കൂടി വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. സ്വാഭാവികമായും ഈ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് അവിടെ ഒരു